ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗായിട്ടാണ്. കോളേജ് എഡിഷൻ, ഹോസ്റ്റൽ എഡിഷൻ എന്നൊക്കെ പറയാം. ഞാൻ എണീറ്റ് വന്ന് എൻ്റെ ചെറിയ ചെറിയ റൂട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇന്നലെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്ന കാര്യം. അങ്ങനെ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും ഇങ്ങനെ കാഴ്ചകൾ കാണാനൊക്കെ നല്ല രസമാണ്. കാഴ്ചകൾ കണ്ടില്ലെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ വേറെ ആരുമില്ല, എല്ലാവരും വീട്ടിലാണ്, ലീവായിട്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ ക്ലാസ്. എൻ്റെ റൂംമേറ്റ്സിന് ക്ലാസ് ഇല്ല. അങ്ങനെ ഞാൻ മാത്രമേ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. ഇനി ബാഗിലേക്ക് ബുക്കും കുടയൊക്കെ വെക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല പ്രകൃതിരമണീയമായ ശബ്ദം കേട്ടോ. ഇത് അധിക ദിവസം രാവിലെ വൈകുന്നേരമൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ചിവീടിൻ്റെ ശബ്ദം. ചില സമയത്ത് ഇത് കാതിലേക്ക് കണ്ട് അടിച്ച് കയറി വരും. എൻ്റെ റൂംമേറ്റ് ഇവിടെ നല്ല സുഖനിദ്രയിലാണ്. എനിക്കെന്തായാലും ഇപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാം. ഹോസ്റ്റലിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഒരു സംഭവം കേട്ടോ. ഈ ലഗേജ് ബാഗിൽ നിന്ന് എനിക്കൊന്ന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ കബോർഡ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ആ കബോർഡിലേക്ക് സാധനം വെക്കാനും എനിക്ക് മടിയാന്നുള്ളത് സത്യമാണ്. പിന്നെ കുളിച്ച് വന്ന് ഇപ്പോൾ ചായ കുടിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ റൂംമേറ്റ് എണീറ്റിട്ടില്ല. ഇന്ന് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കഴിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. മുറിച്ച പത്തിരിയാണെന്ന് തോന്നുന്നു. എന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റൂംമേറ്റ് എണീറ്റിട്ടുണ്ട്. പിന്നെ ഓളാണ് എനിക്ക് വീഡിയോ എടുത്തതെന്നൊക്കെ. ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയി ചാച്ചാ. അങ്ങനെ ക്ലാസ്സിലെത്തി. ഇന്ന് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അതൊക്കെ നോക്കുന്ന തിരക്കിലാണ്. ലോകാട്ടോ മുഖം അങ്ങോട്ട് കാണിച്ചാളേ. എന്തോടാ കുട്ടിയോ ഇങ്ങനെ സൂം ചെയ്യേണ്ട ആവശ്യമില്ല. അനിയൻ്റെ വീട്ടിൽ ജെല്ലറ് തുറക്കാറുണ്ട്, സാധനമുണ്ട്. വേറെ ഇപ്പൊ ഗോൾഡൻ കളർ ഇങ്ങനത്തെ ഇയാൾക്ക് ഏച്ചിയൊക്കെ ഉണ്ടാവും. അപ്പം കുഴപ്പമില്ല. ഏതാ നല്ല ഇത് കൊള്ളാട്ടോ. ഇയറിംഗ് കളക്ഷൻസ് ഓഫ് അനിയന. അത് കൊണ്ടാക്കുക. ഓൺലി ഹോപ്പ്. വീട് ഹോം സിക്നെസ് ഉള്ള ഏതോ കുട്ടി. क्या बात है. ക്ലിയർ ഉണ്ട് അല്ലേ? പെണ്ണുങ്ങള് ഹറാമിന്റെ തുള്ളല് തുള്ളലാണ്. അയ്യോ അവിടെ വീഡിയോ എടുക്കണ്ട. Cameraman of that video.
പറ്റിയതാ മുന്നിൽ വന്നിട്ട് ബുക്ക് വായിച്ചു. പിന്നെ കുറച്ച് നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ലൈബ്രറിയിലൊക്കെ പോയി ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്പെഷ്യൽ പെന്നാണ്. ലീയുടെ മുഖത്തിൽ കാണില്ല. ലോകത്ത് ആരത്തില്ലാത്ത പോയി പോയി. അത് കൊഞ്ച് ചെമ്മീ എടാ അത് ചമ്മന്തി അല്ല അനേന, അത് ചമ്മന്തി അല്ല ഇത് ചെമ്മീൻ ചമ്മന്തിയോ? ഉണ്ടാവല്ല. പിന്നെ വീണ്ടും കുറച്ച് നേരം ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കായി. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീട്ടിൽ പോകാൻ ചില കച്ചവടം നടക്കാറ് ഇവിടെ. കോടീശ്വരി നാഗവല്ലി 2 ക്ലാസ് കഴിഞ്ഞ് പോവുകയാണ്. ബസ് ഇപ്പൊ ഉള്ളു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഇന്നലെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞങ്ങൾ കോളേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. അതൊന്ന് കാണിച്ചു തരാം. വളരെ ഹജ്ജിന് പോവുകയാണ് ഗൈസ്. നമ്മൾ ഹജ്ജിന് കാട്ടുകൂടി പോവാം. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ പഠിക്കാൻ പോകാറ്. ഇത്രയും മലകൾ തണ്ടി ഞങ്ങൾ കിട്ടില്ല. വെള്ളത്തിലിട് ഫോണ്. എൻ്റെ ഫോൺ എടുക്കാം. എടാ അതിന്റെ നടുക്ക് എസ്എഫ്ഐന്റെ കൊടി ആദ്യം പോയി. എടി അതിൽ കൂടെ ഉണ്ട് വഴി ഉണ്ടല്ലേ? നമുക്ക് അതിലൂടെ വരാം. അതിലൂടെ മറ്റേ മരമുള്ള വഴി. നീ വാ നമുക്ക്. ചവിട്ടി 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 എന്റെ വേഗം ഇങ്ങനെ പ്രേതത്തെ പോലെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാ. എൻ്റെ വെള്ള ഡ്രസ്സ്. ഞാനും ഐഷയും സാന്ദ്രയും നിരഞ്ജനും ഒരേ പാറ്റേണിൽ വരുന്ന ഡ്രസ്സ് ഞങ്ങൾ പറഞ്ഞ് മാച്ചാക്കി ഇട്ടതായിരുന്നു. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ബ്ലോഗ് തുടങ്ങിയ ദിവസത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നാളെ പാക്കല. ഇനി ഞാൻ പി ജിക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നല്ല ആളൊഴിഞ്ഞ അന്തരീക്ഷമാണ്, കാടാണ്, പിന്നെ നല്ല പ്രകൃതിരമണീയമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ലാസ്റ്റ് ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ സ്ഥലത്ത് ആരോ ഗൂഢത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇവിടെ ഇരിക്കാൻ തോന്നും. ഒന്നാമത് ഇവിടെ ഒഴിവാണ്, ഇവിടെ ആരില്ല, അതുകൊണ്ടായിരിക്കും.
എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഗെയിമൊക്കെ കളിച്ചു. ഗെയിമിൽ ജയിച്ചത് ഞാൻ തന്നെയാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങി. എൻ്റെ റൂംമേറ്റിൻ്റെ പേര് നാസിയ എന്നാണ്. അപ്പോൾ ഓൾക്ക് എന്തൊക്കെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതിന് A4 കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന വഴി ലേസൊക്കെ വാങ്ങി അതൊക്കെ തിന്ന് ഞങ്ങൾ PGയിലെത്തി. ഊഞ്ഞാലൊക്കെ ഊഞ്ഞാലാടി തുടങ്ങിയപ്പോഴത്തേക്ക് പെരും മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞാൻ പോയി ഫ്രഷായി. ഞാൻ വന്ന സമയത്ത് കോളേജ് കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം ഒരു 8:30 ആയിക്കോളൂ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയും നല്ല കാറ്റുമാണ്. നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ എല്ലാവരും മാത്രമുള്ളൂ. നാസിയും ഞാനും ബാക്കിയുള്ള ആർക്കും ക്ലാസ്സിലായിട്ടുള്ള കാര്യം ഇവിടെ ഇല്ല. ഇനി തിങ്കളാഴ്ച ആകുമ്പോൾ അവിടെ ഹൗസ്ഫുള്ളാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുഡ് പോയി കഴിക്കുന്നത് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഡിന്നർ എടുത്തിട്ടുണ്ട്. ഇന്ന് ചോറാട്ടോ. ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ വരാം കാണിച്ചേക്കെ. നമുക്ക് ചോറുണ്ട്. പിന്നെ ഇതെന്ത് കറിയാണ്? ഇതെന്തോരു കറിയാണ്? സാമ്പാറാ? സാമ്പാറില്ല, അല്ല സാമ്പാറല്ല, പരിപ്പ് കറിയാണ്. പിന്നെ മീൻ കറിയുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് പ്ലേറ്റിട്ട് ഉള്ളിട്ട് ബാക്കിയാണ്. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ ഇവിടെ ഇരിക്കാൻ ഒരു വൈബാണ്. പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 10 മണി 10:30 ഒക്കെ ആയപ്പോൾ നാളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് 11:15 ആയിട്ടുണ്ട്. അങ്ങനെ ഈ ബാൽക്കണിയിലേക്ക് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അത് റിലാക്സ് ആയിട്ടിരിക്കാമെന്ന്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെറുതെ ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഹോസ്റ്റൽ കോളേജിലെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയത് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് വല്ലാതെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗ് ഇതിനെക്കാട്ടി ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.